ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാമേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന ഒരു കോഫി ആയിട്ട് നേരെ ബാലചന്ദ്രന്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. കോഫി ആണെന്ന് തോന്നുന്നേ. അപ്പോൾ കോഫി ആയിട്ട് കയറി ചെല്ലുന്നു. കയറി ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ച് ഞാനടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ബാലചന്ദ്രൻ ഭയങ്കരമായിട്ട് പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അലീനയോട് നല്ല പിണക്കം തന്നെയാണ്. അപ്പൊ അലീനയ്ക്ക് ആ പിണക്കം എങ്ങനെയെങ്കിലും മാറ്റിയെടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പൊ തന്നെ ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ ചെയ്തോളൂ. അങ്ങനെ നമ്മുടെ അലീന ബാലചന്ദ്രന്റെ റൂമിലെത്തി. ഡോറിൽ ഇങ്ങനെ പതുക്കെ കൊട്ടി. അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ വന്ന് ഡോറ് തുറക്കുകയാണ് കേട്ടോ. ഡോർ തുറന്നിട്ട് നമ്മുടെ അലീനയുടെ മുഖത്ത് പോലും നോക്കാതെ ബാലചന്ദ്രൻ തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. അലീനയ്ക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി കേട്ടോ. അലീനയുടെ മുഖത്ത് അടി കിട്ടിയ പോലെ. ഏതായാലും അതൊന്നും കാര്യമാക്കാതെ അച്ഛൻ എണീറ്റില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ബാലചന്ദ്രൻ പറഞ്ഞു വെറുതെ കിടക്കായിരുന്നെന്ന്. അപ്പൊ അലീന പറഞ്ഞു, അല്ല, താഴേക്ക് ഇറങ്ങി വന്നില്ലല്ലോ, പത്രം വായിക്കണ്ടായിരുന്നോ? അത് പിന്നെ പത്രം വായിക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ല ഇപ്പം. മനസ്സിലാവുന്നുണ്ട്, കണ്ടാലും അറിയാം, ഉറക്കം ഉളച്ചെന്ന് തോന്നുന്നു. എന്താ പറ്റിയത്? എന്താ അച്ഛാ പറ്റിയത്? അത് പറ. അപ്പം ബാലചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. കോഫി എടുത്തു, കുടിക്കാൻ വേണ്ടി തുടങ്ങി. പത്രം എടുത്തു, വായിക്കാൻ വേണ്ടി തുടങ്ങി. ഏതായാലും പത്രം പിടിക്കുന്നതും കോഫി പിടിക്കുന്നതും ഒക്കെ എന്തോ അലസത പോലെയാണ് കേട്ടോ. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പൊ നമ്മുടെ അലീന പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ പിടിച്ചു തരാന്ന്. അപ്പൊ പറഞ്ഞു, വേണ്ട, പിടിച്ചു തരണ്ട, ഞാൻ തന്നെ എടുത്തോളാം. അല്ല, ഞാൻ വിടർത്തി തരാന്നേ, എന്തിനാ അച്ഛൻ ബുദ്ധിമുട്ടുന്നത്? സാരമില്ല, ഇനി അങ്ങോട്ടേക്ക് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത്. അപ്പൊ ഇപ്പോഴേ ശീലിച്ചെന്ന് ഓർത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ല, അച്ഛന് എന്നോട് പിണക്കാണോ? പിണക്കം. ആ, തലയോലപ്പറമ്പിൽ കുന്നും പുറത്ത് 41കാരൻ കുഴഞ്ഞു വീണു മരിച്ചു എന്നൊക്കെ ഇങ്ങനെയുള്ള വാർത്തയൊക്കെ വായിക്കാം. ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് നമ്മൾ അലീന പത്രം അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് വലിച്ചു. അപ്പൊ ബാലചന്ദ്രൻ ചോദിച്ചു, നീ എന്താ പണിയാടി കാണിക്കുന്നത്? അങ്ങനെ ഇപ്പൊ വായിക്കണ്ട, ഞാൻ എടുത്തോണ്ട് വന്ന് തന്നിട്ടാണല്ലോ. അലീന, നീ കാണിക്കുന്നത് ധിക്കാരാണ് കേട്ടോ. അച്ഛൻ എന്താ പറ്റിയത്? ഞാൻ ഇവിടുന്ന് പോകുകയാണെന്ന് പറഞ്ഞതിന്റെ ദേഷ്യമാണോ? നീ എന്നോട് ചോദിക്കാതെ ഞാൻ സ്ഥാപിച്ചു വെച്ചിരുന്ന ഒരു സംഗതി തിരുത്തി കുറിച്ചു. ഞാന് നിന്റെ അച്ഛനല്ലെന്ന് എന്റെ മക്കളോട് പറഞ്ഞു. അത് പിന്നെ ഞാൻ രോഹിത്തിനോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബബിതയോട് ഞാനല്ല, രോഹിത്താ പറഞ്ഞത്. ഓ, ആരെങ്കിലും ഒരാൾ അറിഞ്ഞാ പോരെ ബാക്കിയുള്ളവരൊക്കെ അറിയാനായിട്ടല്ലീനെ? എന്റെ മക്കളുടെ മുമ്പിൽ ഞാൻ ചെറുതായി പോയി. കള്ളക്കഥ പറഞ്ഞ് മെനഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ഒരു മനുഷ്യനായി പോയി ഞാന്. നീ ഒരിക്കലും അത് ചെയ്യരുതായിരുന്നു. അവരെ എന്നെ ഇന്നലെ ചോദ്യം ചെയ്തപ്പം ഞാൻ വല്ലാണ്ടങ്ങ് ഉരുക്കിപ്പോയി, വിഷമിച്ചു പോയി. ബബിത എന്നോട് എന്തൊക്കെയാ ചോദിച്ചതെന്ന് നിനക്കറിയാമോ? അത് പിന്നെ ഞാൻ അച്ഛന്റെ അവിഹിത ബന്ധത്തില് ഉണ്ടായ മകളാണെന്ന് അത് അങ്ങനെ എല്ലാരും കരുതുന്ന വലിയ അഭിമാനമായിട്ട് അച്ഛന് തോന്നുന്നുണ്ടോ? അത് അഭിമാനിക്കേണ്ട വിഷയമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അതറിയാലോ. കല്യാണത്തിന് മുമ്പ് ഏതോ സ്ത്രീയായിട്ട് ബന്ധം ഉണ്ടാവുക, അതിലൊരു കുഞ്ഞുണ്ടാവുക, എന്നിട്ട് വേറൊരാളെ കല്യാണം കഴിക്കുക, കുറെ കാലത്തിന് ശേഷം ആദ്യത്തെ ബന്ധത്തില് ഉണ്ടായ കുട്ടിയുടെ പ്രതിത്വം ഏറ്റെടുത്ത് അതിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഭാര്യയുടെയും മക്കളെയും കൂടെ താമസിപ്പിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് ഇത് വലിയ അപമാനമല്ലേ? അച്ഛന് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ചിൽ തോന്നത്തില്ലേ? നീ പറഞ്ഞതൊക്കെ ശരിയാ ലീന, വലിയ അപമാനം തന്നെയാണ്, വലിയ അപമാനം. അച്ഛൻ എത്ര നാളായി ഈ അപമാനം തലേ ചുമന്നുകൊണ്ട് നടക്കുന്നു? എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ അച്ഛൻ അച്ഛൻ ഇങ്ങനെ ഭാര്യയുടെയും മക്കളുടെയും ബന്ധുക്കളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ നാണം കെട്ട് തല കുനിച്ച് നടക്കേണ്ടി വന്നത്? ആര് തല കുനിച്ച് നടന്നെന്നാ നീ പറയുന്നത്? അല്ല, അച്ഛന് എല്ലാവരുടെയും മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും തല കുനിക്കണ്ടായിരിക്കും. പക്ഷെ എല്ലാവരും അച്ഛനെ കാണുന്ന രീതി, സത്യം പറഞ്ഞാൽ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവിഹിത ബന്ധത്തില് ഒരു മകൾ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരുടെയും മുമ്പിൽ പറയുമ്പം അച്ഛന് തല കുനിക്കേണ്ടി വരും, അതെനിക്കറിയാം. അതൊന്നും എനിക്ക് വലിയ വിഷയമൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല. എന്തുകൊണ്ടല്ലാത്തത്? അതിനേക്കാൾ വലിയ വിഷയം അച്ഛന്റെ തലയ്ക്കകത്ത് കിടന്ന് നീർന്നത് കൊണ്ടല്ലേ? പക്ഷെ അത് അച്ഛന് മാത്രമേ അറിയത്തുള്ളൂ. അത് മറ്റുള്ളവർക്ക് ആർക്കും അറിയത്തില്ല. അതച്ഛൻ ആദ്യം മനസ്സിലാക്കിക്കോ. മറ്റുള്ളവർ ചിന്തിക്കുമ്പോഴേ അച്ഛന് എല്ലാവരുടെയും മുമ്പില് വലിയൊരു കുഴപ്പക്കാരനാ. പരസ്ത്രീയുമായിട്ട് ബന്ധം ഉണ്ടായിരുന്ന ഒരു ആള്, അതിലൊരു സന്തതി ഉണ്ടായിരുന്ന ആള്, അതിനെ വീട്ടിൽ വിളിച്ചോണ്ട് വന്ന് ഭാര്യയുടെയും മക്കളെയും കൂടെ താമസിപ്പിക്കാൻ ഉളുപ്പില്ലാത്ത ആള്. ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ മറ്റുള്ളവർ എൻ്റെ അച്ഛനെ കാണുന്നത്? ഞാൻ വേണോന്ന് വെച്ച് തന്നെ അച്ഛൻ പറഞ്ഞത് ഞാൻ അച്ഛന്റെ മോളല്ല എന്ന്.
അതറിയണം, എല്ലാവരും അറിയണം. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ആ ദുഷ്പേര് അച്ഛന്റെ തലയിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടിയാ. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അഭിമാനത്തോടുകൂടി അച്ഛൻ നട്ടൽ ഉയർത്തി നിൽക്കണം. ഒരാളും അച്ഛനെ തെറ്റുകാരനായി കാണാൻ ഇടവരുത്തരുത്. അതെനിക്ക് നിർബന്ധ. അതങ്ങനെ തന്നെയാ വേണ്ടത്. എനിക്ക് വേണ്ടി അച്ഛൻ ഇത്രയും നാൾ അണിഞ്ഞോണ്ട് നടന്ന കള്ള മുഖംമൂടിയില്ലേ, അതെടുത്ത് കളയണം. പക്ഷേ അലീന, നിന്റെ വില പോയില്ലേ? ഏ നീ ഒരു വലിയ കള്ളിയായില്ലേ? ഉം അത് സാരമില്ല. ഞാൻ കള്ളിയാവുകയോ ആവാതിരിക്കുകയോ അതൊന്നും അതൊന്നും പ്രസക്തിയുള്ള കാര്യമല്ല. എൻ്റെ കാര്യം അത് എനിക്ക് മൈൻഡില്ല. അച്ഛനറിയാലോ ഞാനൊന്നും നേടാനല്ല അച്ഛൻ്റെ മകളുടെ വേഷം കിട്ടിയതെന്നും എൻ്റെ കൂടപ്പിറപ്പുകൾക്കൊക്കെ അറിയാലോ. എനിക്കത് മാത്രം മതി. വേറെ ആരെയും എനിക്ക് ബോധിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. അതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. അവരെല്ലാവരും എന്നെ അറിഞ്ഞില്ലേ, എൻ്റെ കൂടപ്പിറപ്പ് എന്നെ അറിഞ്ഞില്ലേ. പിന്നെ അച്ഛനൊരു കള്ളക്കഥ ഉണ്ടാക്കിയതിന്റെ പേരിൽ ആരും അച്ഛനെ വെറുക്കത്തില്ല. പ്രത്യേകിച്ച് മക്കള് 3 പേരും വെറുക്കരുത്, വെറുക്കാൻ പാടില്ല. അവർക്ക് അവർക്കറിയാം തൻ്റെ അച്ഛന് അഭിമാനിയാണെന്നും ആ അഭിമാനം ഇനിയും അങ്ങോട്ടേക്ക് ഉണ്ടാകണം. നീ പറയുന്നതൊക്കെ ശരിയാ അലീന. പക്ഷേ നീ നീ ഉണ്ടല്ലോ, എൻ്റെ മകളല്ല എന്ന് നീ തന്നെ പറയുമ്പോഴേ, ഓ, എനിക്ക് അത് താങ്ങാൻ പറ്റണില്ല. മനസ്സിനെ വല്ലാത്ത വേദന തോന്നുക മോളെ. നീയല്ലായിരുന്നോ എൻ്റെ പിൻബലം? നീയല്ലായിരുന്നോ? നീയല്ലേ എന്നെ ഇത്രയും ദിവസം താങ്ങി പിടിച്ച് എൻ്റെ തണലായിട്ട് നിന്ന് എന്നെ മുന്നോട്ടേക്ക് കൊണ്ടുവന്നത്. ഇപ്പം നീ എൻ്റെ ആരുമല്ല എന്ന് പറയുമ്പോഴേ ഇത് എൻ്റെ ചങ്കു പൊടിഞ്ഞു പോവുക. ഞാൻ അറിയാതെ എന്തോ കരഞ്ഞു പോകുന്നു, ചങ്കു പൊട്ടിപ്പോകുന്നു. ദേ എൻ്റെ പൊന്നച്ഛ, അച്ഛൻ എന്നെ അന്യായിട്ട് കാണരുത്. മനസ്സുകൊണ്ട് ഞാൻ അച്ഛന്റെ മോള് തന്നെയാ. ഏ അത് അച്ഛൻ മനസ്സിലാക്ക്. ഞാനേ ആദ്യമായിട്ട് അച്ഛന്ന് വിളിച്ചത് ആരെയാ? അച്ഛനല്ലേ. വേറെ ആരെയും ഞാൻ അച്ഛന്ന് വിളിച്ചത്? ഇതെന്റെ സ്വന്തം അച്ഛനാ, സ്വന്തം അച്ഛൻ. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ട്. കർമ്മം കൊണ്ട് തന്നെയാ ഒരച്ഛൻ അച്ഛനാകുന്നത്, ഒരമ്മ അമ്മയാകുന്നത്. അച്ഛനെ എന്നെ കൊണ്ട് അച്ഛാന്ന് വിളിപ്പിച്ചില്ലേ, ആ ബന്ധമൊന്നും ഒരിക്കലും എന്റെ ഹൃദയത്തിൽ നിന്ന് പോവില്ല അങ്ങനെ. സമ്മതിച്ചു, എല്ലാം സമ്മതിച്ചു. നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ എല്ലാവരും അങ്ങനെ കരുതണമായിരുന്നു. ലോകം മുഴുവനും നീ എൻ്റെ മകളാണെന്ന് കരുതണമായിരുന്നു. കരുതണം. ഇനി എന്തിനാ ഞാൻ ആ രഹസ്യം സൂക്ഷിക്കുന്നത്? വേണ്ട, അതിന്റെ ആവശ്യമില്ലല്ലോ. ആർക്കു വേണ്ടിയാ? അച്ഛ, അച്ഛൻ ഇങ്ങനെ തകർന്നു പോകരുത് എന്ന് പറഞ്ഞ അലീന കൈ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുത് ഒരിക്കലും. എനിക്ക് വേണ്ടി, രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോൾക്കും ഒക്കെ വേണ്ടി, ഈ കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി എൻ്റെ അച്ഛൻ സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റൂ. ആരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കരുത്. എല്ലാവരുടെയും മുമ്പിൽ നട്ടലുയർത്തി നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ നിന്ന് കാണിക്കണം. അതാ വേണ്ടത്. അതാ ഈ അലീനയ്ക്ക് കാണേണ്ടത്. അത് മാത്രമേ അലീനയ്ക്ക് കണ്ടാൽ മതി. അതുകൊണ്ട് അച്ഛൻ വെറുക്കരുത്. അച്ഛനെ പഴയ അച്ഛൻ തന്നെ ആവണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുവിനെയും നിരഞ്ജനെയാണ്. അങ്ങനെ നിരഞ്ജന ചായ കൊണ്ടോ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആദ്യം ഫോൺ ഇങ്ങനെ നീട്ടിട്ടോ. അപ്പൊ ഫോൺ ഇങ്ങനെ നീട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും മനു പറഞ്ഞു, ഫോണോ? അല്ല, ആ ചായ എനിക്കിങ്ങ് തന്നെ. അയ്യേ, ഇത് എന്റെ ചായയാ. അല്ല, ഇതെന്ത് പറ്റി? ഇതെന്താ ചായ എന്ന് പറഞ്ഞ പതിവാണല്ലോ. എനിക്കറിയത്തില്ല. സ്റ്റൗവില് പാനില് ഇത്രയും ചായ ഇരിപ്പുണ്ടായിരുന്നു. അടുക്കളയില് അമ്മ ഇല്ലെന്ന് തോന്നുന്നു. അതെന്ത് പറ്റി അമ്മയ്ക്ക്? അമ്മയെ എണീറ്റിട്ടില്ലെന്ന് തോന്നുന്നു. പുതിയ കീഴ്വഴക്കങ്ങളാണല്ലോ. എനിക്കറിയത്തില്ല സംഭവം. മുറി പോയി നോക്കിയാലോ? അല്ല, വൈജാന്റി എണീറ്റോ? ഞാൻ ആരെയും നോക്കിയൊന്നുമില്ല. അപ്പോഴാണ് മനുവിന്റെ ഫോൺ ഇങ്ങനെ റിങ്. അപ്പം റിങ് വന്നതും ബബിയാണല്ലോ. എന്തു പറ്റി? നിന്നെ വിളിച്ചിട്ട് നീ എടുക്കാത്തോണ്ട് എന്നെ വിളിക്കുന്നതാണോ? എന്നെ ഒന്നും വിളിച്ചിട്ടില്ലല്ലോ. ഇത് മനുവേട്ടനുള്ള കോള് തന്നെയാ. ഇത്ര രാവിലെയോ? അത്ര പ്രശ്നമാണല്ലോ. ഓക്കെ, മനുവേട്ടൻ കൈകാര്യം ചെയ്തോ. എനിക്ക് ഈ ആഴ്ച ഇതും കൂടി കേൾക്കാനുള്ള ലെവലില്ല. ഓക്കെ, ബൈ. അപ്പൊ ചായ? ഇതെന്റെ ചായ എന്ന് പറഞ്ഞല്ലോ. ചായ പോയി. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രഞ്ജിനി അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മനു ഫോൺ എടുത്തു. ഹലോ ബേബി, എന്ത് പറ്റി രാവിലെ വിളിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെന്താ മനുവേട്ട, എന്ത് പ്രശ്നമുണ്ടോ എന്നൊക്കെ ഞാൻ വിളിച്ച പാടെ ചോദിച്ചത്. ഞാൻ എന്താ പ്രശ്നക്കാരിയാണോ? ഓ, അതല്ല ബബിത, സാധാരണ നീ എന്നെ വിളിക്കാറുള്ളതല്ലല്ലോ. അതുകൊണ്ട് തന്നെ കോള് കണ്ടപ്പോ എനിക്ക് തോന്നി എന്തോ സീരിയസ് മാറ്റർ ആണെന്ന്. അതാ. അത് പിന്നെ മനുവേട്ടൻ അറിയാമോ? അച്ഛനല്ല അലീന ചേച്ചിയുടെ അച്ഛനെന്ന് അച്ഛൻ പറഞ്ഞൊക്കെ കള്ളക്കഥയാണെന്നും ഇതെല്ലാം. അപ്പോഴത്തേക്കും മനു പതുക്കെ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റു. എന്നിട്ട് ചോദിച്ചു, അല്ല, നിന്നോടിത് ആരാ പറഞ്ഞത്? പറഞ്ഞത് ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, മനുവേട്ടന് അറിയാതിരുന്നോ ഇല്ലയോ? അതാ എനിക്കറിയേണ്ടത്.
ഉം ഈ ചോദ്യത്തിന് ഉത്തരം നിനക്കറിയായിരിക്കുമല്ലോ ബബി. ദേ എനിക്ക് എനിക്കതില് എന്താ ഞാൻ പറയുന്നത്. അലീനയുടെ കാര്യത്തില് എനിക്കും അങ്കിളിനും അറിയാത്ത കാര്യങ്ങളൊന്നും അങ്കിളിന്റെ ഇടയിലില്ല. അതുപോലെ തന്നെ എന്റെ ഇടയിലും ഇല്ല. എല്ലാ കാര്യങ്ങളും അലീനയുടെ ഞങ്ങൾക്കറിയാം. എന്താ ബബി നീ മിണ്ടാതിരിക്കുന്നത്? നിന്നോട് ഇപ്പൊ ഇത് ആരാ പറഞ്ഞെന്നാ ചോദിച്ചത്? അത് അത് പിന്നെ അലീന ചേച്ചി രോഹിയേട്ടനോട് പറഞ്ഞു. രോഹിയേട്ടൻ അത് ഞങ്ങളോട് പറഞ്ഞു. ഞാൻ മാത്രമേ അപ്പൊ അറിയാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാനും അറിഞ്ഞു. ഞാൻ അച്ഛനോടും അലീന ചേച്ചിയോടും ചോദിച്ചു. അവര് എന്നോട് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. എന്നെ പറഞ്ഞു പറ്റിച്ചതിന്റെ കാര്യങ്ങളൊക്കെ. നിന്നെ പറഞ്ഞു പറ്റിച്ചതൊന്നും അല്ല. ഹ, അതൊക്കെ ആ സാഹചര്യത്തില് അന്നങ്ങനെ പറയേണ്ടതല്ലേ. ഉം കൂട്ടുപ്രതിക്ക് ആ സൈഡ് നിന്നല്ലേ പറ്റത്തുള്ളൂ അല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത്. ഓ, ഇപ്പം ഞങ്ങൾ പറഞ്ഞില്ലെന്നുള്ളതാണോ പറ്റിച്ചെന്നാണോ? എന്താ അതിന്റെ പ്രശ്നം? അതല്ല, ഇതൊന്നും അല്ല എന്റെ പ്രശ്നം. ഇതൊന്നും അല്ലാതെ വേറൊരു പ്രശ്നം കൂടെ എനിക്കുണ്ട്. ഓഹോ, ഇനിയും പ്രശ്നമുണ്ടോ? അതെന്താ പ്രശ്നം? അത് അത് പിന്നെ അലീന ചേച്ചി ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു മനുവേട്ടാ. ഏഹ് അച്ഛന്റെ മോളായതുകൊണ്ട് അച്ഛൻ പറഞ്ഞാൽ നിൽക്കുമല്ലോ എന്നൊക്കെ ഓർത്ത് ഇരിക്കുമ്പോഴാ ഈ ബോംബ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിയേട്ടൻ പൊട്ടിക്കുന്നത്. അപ്പോഴാ മനസ്സിലായത്. ഉം അവള് അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ അതിന്റെ കാരണം എന്താന്ന് നിനക്ക് അറിയത്തില്ലേ ബബി? അതൊക്കെ എനിക്ക് അറിയാം മനുവേട്ട. എനിക്ക് പക്ഷേ അലീന ചേച്ചി പോവണ്ട. അലീന ചേച്ചി ഇവിടെ നിന്നാ മതി. മനുവേട്ടൻ എന്ന് അലീന ചേച്ചിയോട് സംസാരിക്കോ? മനുവേട്ടൻ പറ അലീന ചേച്ചിയോട് പോകണ്ട എന്ന്. അലീന ചേച്ചി സമ്മതിക്കും. ബെസ്റ്റ്, ഭയങ്കര ബെസ്റ്റ്. ഞാൻ പറഞ്ഞിട്ടില്ലെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഞാന് അതും അതിന്റെ അപ്പുറത്തെ കാര്യവും പറഞ്ഞിട്ടിരിക്കും അലീനയോട്. അവള് അടുക്കത്തില്ല അമ്പിലും വില്ലിനും. അപ്പൊ മനുവേട്ടൻ സമ്മതിച്ചോ അലീന ചേച്ചിയോട് പൊക്കോളാന്? അപ്പൊ ചേച്ചിയുടെ തീരുമാനം ഓക്കെ ആണോ? തീരുമാനം ഓക്കെ ആണോ എന്ന് ചോദിച്ചാല് അല്ല, അവളുടെ തീരുമാനം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അലീന എടുത്ത തീരുമാനം കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങൾക്ക് മാത്രമല്ല ആർക്കും, എനിക്കും ബാലചന്ദ്രൻ അങ്കിളും ആർക്കും. അപ്പൊ നമ്മുടെ മുന്നിലുള്ള വഴി ആ തീരുമാനത്തെ ബഹുമാനിക്കുക എന്നുള്ളതല്ലേ, അത് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആന്റിയുടെ പ്രശ്നം തീരുകയാണെങ്കിൽ തീരട്ടെ, അത് നല്ലതല്ലേ ബബിത? അപ്പം അലീന ചേച്ചി ഇവിടുന്ന് പോകുമല്ലേ? അത് ഉറപ്പല്ലേ? അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പോകും, അത് ഉറപ്പാണ്. പിന്നെ പുറത്ത് ബാലചന്ദ്രൻ അങ്കിളും വൈജയ ആന്റിയും തമ്മിലുള്ള പ്രശ്നമൊക്കെ അറിയാവുന്നവർ പറയുന്നത് എന്താ, അലീന ഇവിടെ നിൽക്കരുത് പോകണം എന്നൊക്കെ തന്നെയല്ലേ. പോയി നോക്കട്ടെ, പ്രശ്നം തീരുമെന്ന് നമുക്കറിയാലോ. അല്ല, അതല്ലാതെ വേറൊരു മാർഗവും വേറൊരു വഴിയും ഇല്ലേ മനുവേട്ട? വേറൊരു വഴിയും മാർഗവും ഒന്നും ഇല്ല. അല്ല, ഞാൻ ഇവരോടൊക്കെ പറയാം, ആരോടും സത്യം പറയണ്ട അലീന ചേച്ചി അച്ഛന്റെ മോളല്ല എന്ന്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ബബിത മോളെ, ന്യായം പറഞ്ഞ് അവകാശം പറഞ്ഞ് നിൽക്കണമെങ്കിൽ അവൾ അവിടെ നിൽക്കും. പക്ഷെ അവൾ അങ്ങനെ ചെയ്യത്തില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. ആ കുടുംബം തിരിച്ചു പഴയതുപോലെ ആകണമെന്ന് മാത്രമേ അലീന നോക്കത്തുള്ളൂ. അപ്പം എന്നാ പിന്നെ ഞങ്ങളും പഴയതുപോലെ ആകാം. അമ്മ വരട്ടെ. അമ്മയ്ക്ക് അമ്മയുടെ പഴയ കുടുംബം വേണമെങ്കിൽ അമ്മ വരട്ടെ. നീ എന്താ കുഞ്ഞി പിള്ളാരെ പോലെ വാശി കാണിക്കുന്നത്? അങ്ങനെ വാശി കാണിക്കല്ലേ ബബി. അലീന പോയാലേ ആ ഫാമിലി നോക്കാനുള്ള ബോധവും വിവരവും ഒക്കെ നിനക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട് എന്നൊക്കെയുള്ള വിശ്വാസത്തോടു കൂടിയാ അവള് പോകുന്നത്. അത് നീ ബ്രേക്ക് ചെയ്യരുത്. എന്നാ പിന്നെ ശരി മരുവേട്ടാ, ഞാൻ വെക്ക. നീ വിഷമിക്കാതെ, എല്ലാം ശരിയാകും. നമുക്ക് നോക്കാന്നേ, എന്തെങ്കിലും വഴിയുണ്ടോ നമുക്ക് നോക്കാം. എന്നാ പിന്നെ ഓക്കെ മനുവേട്ടാ എന്നും പറഞ്ഞ് നമ്മുടെ ബബിത വിഷമത്തോടു കൂടി ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ഈ മക്കളുടെയൊക്കെ അവസ്ഥ ഓർക്കുമ്പോൾ നമ്മുടെ മനുവിന് സങ്കടമുണ്ട്. പക്ഷെ മനുവിന് എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും ഈ സമയത്ത് ഇങ്ങനെ നമ്മുടെ മനു അല്ല, ബബിത ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഫോണൊക്കെ ആയിട്ട്. ഏതായാലും ഈ സമയത്ത് മനുവിന്റെ അടുത്തേക്ക് നിരഞ്ജന ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് വന്നിട്ട്, ഹലോ, ഭയങ്കര ആലോചനയിലാണല്ലോ, എന്താ പറ്റിയത്? എന്തോ വലിയ പ്രശ്നമായിട്ടാണല്ലോ ബബിമോള് വിളിച്ചത്. അവിടെ അലീന പോകുന്നതിന്റെ വിഷമം, അത് പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ എന്നിട്ട് ഓക്കെ ആയോ? ഓക്കെ ആക്കണമല്ലോ, ആവണമല്ലോ എന്നൊക്കെ. ഏതായാലും ആ സമയത്ത് ഒരു കപ്പ് ചായ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ. അപ്പം നമ്മുടെ മനു ചോദിച്ചില്ലേ, ചായക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടോ? യെസ് യെസ്, എന്നാ ചായ കുടിച്ചോളൂ. ഇതെങ്ങനെ നീ ഒപ്പിച്ചു? ഒരു ചായയുടെയൊക്കെ നമുക്കറിയാടെ. ഓ, നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ ചായ കുടിച്ചു. ആ ചായ കുടിച്ചിട്ട് നീ നന്നായിട്ടുണ്ട്, നീട്ട് ചായയും നന്നായിട്ടുണ്ട്, വിചാരിച്ചത്ര മോശമൊന്നും അല്ലാട്ടോ, അടിപൊളിയാ. ഉള്ളത് കൊണ്ട് ഓണം പോലെന്ന് വെക്കാം. കൂടുതൽ അഭിപ്രായം പറഞ്ഞാലേ ഇനി ചായ കാണത്തില്ല കേട്ടോ. ഇനി പറയത്തില്ല കേട്ടോ. എന്നാ കൊള്ളാം. എന്നാ പിന്നെ ഞാൻ പോവാണേ എന്ന് പറഞ്ഞ് നിരഞ്ജന അങ്ങ് പോയിട്ടോ.
ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവർദ്ധനെയാണ് കേട്ടോ. അപ്പൊ ഗോവർദ്ധൻ വരികയാണ് നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക്. അപ്പം അലീനയാണ് വന്ന് ഡോറൊക്കെ തുറന്നത്. അങ്ങനെ ഗോവർദ്ധനെ കണ്ടത് കയറി വരൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഗോവർദ്ധൻ ചോദിച്ചു, അല്ല ചേച്ചി ഇവിടുന്ന് പോയി കളഞ്ഞല്ലേ? പോയി. ആ, ഞങ്ങൾ അറിഞ്ഞായിരുന്നു. നിങ്ങൾ എല്ലാവരും കൂടെ വിളിക്കാൻ ചെന്നിട്ട് ചേച്ചി വന്നില്ലല്ലേ? ഞാൻ ഇവിടുന്ന് പോണു അങ്കളെ, എന്നാ വരും. ഓ, ഒരു കണക്കിന് വരാതിരിക്കുന്ന നല്ലത്. ആ മനുഷ്യൻ ഇത്തിരി സ്വസ്ഥതയും സമാധാനവും കിട്ടിക്കോട്ടെ. സത്യം പറയാലോ. ഉം സത്യത്തിൽ മനസമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലെന്നേ ബാലേട്ടൻ. അല്ല, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് വഴക്കൊന്നും ഇല്ലായിരുന്നല്ലോ. ഓ, വഴക്കില്ലെന്നോർത്തോണ്ട് മനസ്സുഖം കിട്ടുവോ? രണ്ടിലൊരാള് മോന്ത വീർപ്പിച്ചുകൊണ്ടിരുന്നാ പോരെ. എന്തിനാ മോന്ത വീർപ്പിക്കുന്നത്? ആർക്കറിയാം. ചേച്ചിക്ക് ഓരോ മണിക്കൂറിലും ഓരോ മൂടാ. ഏത് സമയത്താ മൂഡ് മാറുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈശ്വരനെ അറിയത്തുള്ളൂ. ഇനിയിപ്പോ ഈശ്വരനെ അറിയുമെന്ന് സംശയ. അതെ, ഞാൻ ചെന്ന് ബാലേട്ടനെ ഒന്ന് കാണട്ടെ. ചായ ഒരെണ്ണം കൂടെ തിളപ്പിച്ചോട്ടോ. എനിക്കൊരു ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. എന്നാ പിന്നെ ചായ ആയിട്ട് വരാന്ന് പറഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് പോയി. നമ്മുടെ ഗോവർദ്ധനൻ നേരെ ബാലന്റെ അടുത്തേക്കും ചെന്നു. അങ്ങനെ ബാലന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഗോവർദ്ധൻ ബാലേട്ടാന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു കയറി വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ എന്തൊക്കെയോ ബാലചന്ദ്രൻ എഴുതിക്കൊണ്ടിരിക്കുകയോ ഗോവർദ്ധൻ അവിടെ കട്ടിലിന്റെ പുറത്തിരുന്നു. എന്നിട്ട് ചോദിച്ചു, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? എന്താ, എങ്ങോട്ടോ യാത്രയുണ്ടെന്നൊക്കെ പറഞ്ഞു. ഒരു യാത്രയുണ്ട്. എങ്ങോട്ടാണെന്ന് ചോദിച്ചാലേ, അതിലൊന്ന് നീലഗിരി, രണ്ടാമത്തെ സ്ഥലം ഒരു പുനലൂർ എന്ന് പറയുന്ന സ്ഥലം. എന്തു പറ്റി? നമ്മൾ അങ്ങോട്ടൊന്നും ഒരിക്കലും പോകാറില്ലല്ലോ. നീലഗിരി എന്ന് പറയുമ്പം കോട്ടയം റൂട്ടാണോ? ദേ, വൈജയുടെ മൂത്ത സഹോദരനില്ലേ കെങ്ങാതരൻ, അയാളുടെ വീട് അവിടെയാ. ആ, മനസ്സിലായി. അദ്ദേഹം റിട്ടയർമെന്റ് കഴിഞ്ഞ് അവിടെയല്ലേ സെറ്റിൽ ആയിരിക്കുന്നത്? അവിടെ തന്നെയാ സെറ്റിൽ ആയിരിക്കുന്നത്. കോട്ടയം റൂട്ട് എന്നല്ല കേട്ടോ പറഞ്ഞത്, വേറെ എന്തോ ഒരു സ്ഥലപ്പേരാണ് പറഞ്ഞത്. എനിക്ക് മാറിപ്പോയതാട്ടോ. ഈ സമയത്ത് ഗോവർദ്ധൻ ചോദിച്ചു, അല്ല അത്യാവശ്യമാണോ അവിടം വരെ പോവുക എന്ന് പറയുന്നത്? അവിടെ എന്തെങ്കിലും വിശേഷം മറ്റും ഉണ്ടോ? എന്താ? അവിടെ വിശേഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല. ഗംഗേട്ടനോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. അതിനു വേണ്ടിയിട്ട് അത്രയും ദൂരം പോണോ? ഫോൺ വിളിച്ച് ചോദിച്ചറിഞ്ഞാൽ പോരെ? അത് മതിയായിരുന്നു. പക്ഷേ ഇത് കുറച്ച് സീരിയസ് ആയ കാര്യമാണ്. എനിക്ക് മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കണം. ചില കാര്യങ്ങള് ചിലരോട് മുഖത്ത് നോക്കി ചോദിച്ചില്ലെങ്കിലേ അവരെ കള്ളം പറയും. അത് ശരിയാ ബാലേട്ടൻ പറഞ്ഞത്. അത് 100% ശരിയാ. പിന്നെ നീ അറിഞ്ഞായിരുന്നോ, അലീന ഇവിടുന്ന് പോവുക. അവളെ ഇതിലും മോശമല്ലാത്ത സ്ഥലത്ത് എത്തിക്കണം. അതെവിടെയാ ബാലേട്ടാ? അറിയില്ല. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നൊന്നുമില്ല. തേടി കണ്ടുപിടിക്കണം. അവളെ എവിടെയെങ്കിലും സേഫ് ആയിട്ട് എത്തിക്കണം. അല്ല, അലീന ഇവിടുന്ന് പറഞ്ഞയക്കുന്ന എന്തിനാ? അവൾ ഇവിടെയല്ലേ നിൽക്കേണ്ടത്? അല്ല, ആരും പറഞ്ഞയക്കുന്ന ഒന്നും അല്ല ഗോവർദ്ധന. അവള് തനിയെ എടുത്ത തീരുമാനമാ. എന്താ അവൾ അങ്ങനെ തീരുമാനിക്കാന്? ഒരു കാരണം വേണ്ടേ? കാരണം ഉണ്ടല്ലോ. വൈജി ഈ വീട്ടിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അലീന ഇവിടുന്ന് പോകണം. അല്ലാതെ ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ. അപ്പൊ അതാണ് അവള് പറയുന്ന കാര്യം. വൈജയ്ക്ക് അവളെ കണ്ണെടുത്താ കണ്ടില്ലല്ലോ ഗോവർദ്ധന. അല്ല, അതുകൊണ്ടാണോ വൈജേച്ചി ഇപ്പൊ പിണങ്ങി പോയിരിക്കുന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ ഗോവർദ്ധനെ ഒന്ന് നോക്കി കേട്ടോ. അപ്പം ഗോവർദ്ധൻ പറഞ്ഞു, കൊല്ലപ്പള്ളിക്ക് പോയ വിവരം ഞാൻ അറിഞ്ഞായിരുന്നു. ഓ, അലീന ഈ വീട്ടിൽ നിന്ന് പോവാതെ തിരിച്ചു വരത്തില്ലെന്നാണ് എൻ്റെ ഭാര്യയുടെ ഭീഷണി. അതുകൊണ്ട് അലീന സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണ് ഇവിടുന്ന് പോകണമെന്ന്. അല്ല, അലീനയല്ലേ ബാലേട്ട ഇവിടുത്തെ കുട്ടികൾക്കും ബാലേട്ടനും ഒക്കെ വേണ്ടി ഹെൽപ്പായിട്ട് നിൽക്കുന്നത്? അതിനെ പറഞ്ഞയച്ചിട്ട് ആർക്ക് എന്ത് കിട്ടാനാ? ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ദേ, ബാലേട്ടൻ കുറച്ചൊരു ഡിസിഷൻ എടുത്താൽ മതി. ബാലേട്ടന്റെ മോളല്ലേ അലീന? ഇത്രയും നാള് അനാഥയായിട്ട് ജീവിച്ചു. ഇപ്പം കല്യാണപ്രായമായിട്ട് നിൽക്കുകയല്ലേ. ബാലേട്ടൻ അല്ലെ ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്? ആ ബാലേട്ടൻ തന്നെ അവളെ പറഞ്ഞയക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ പറഞ്ഞതും കുറച്ച് നല്ല കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നീ ഇപ്പൊ പറഞ്ഞില്ലേ അലീന എന്റെ മകളാണെന്ന്, അത് ഞാൻ അവൾക്ക് കൊടുത്തൊരു സേഫ് കാർഡ് മാത്രമാ. മനസ്സിലായില്ലല്ലേ ഗോവർദ്ധന നിനക്ക്? ഞാൻ പറയാം. ഈ വെടിയുണ്ട ഏൽക്കാതിരിക്കാനുള്ള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇല്ലേ, ഈ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ധരിക്കുന്ന ജാക്കറ്റ്, അതുപോലെ ഒരു സേഫ് ജാക്കറ്റ്, അത് മാത്രമായിരുന്നു ഞാന് വാദത്തിന്റെയും പരദൂഷണത്തിന്റെയും കൊതിയുടെയും നുണയുടെയും ഒക്കെ വെടിയേക്കാതെ അവളെ കാത്ത് സംരക്ഷിച്ച ഒരു ലൈഫ് ജാക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായിരുന്നു ഗോവർദ്ധന ഞാൻ അലീനയ്ക്ക് കൊടുത്തൊരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്. അതാണ് അലീനയുടെ പദവി. അലീന എൻ്റെ മകൾ എന്ന പദവി. അപ്പം ശരിക്കും അലീന ഗൾഫിൽ വെച്ച് ആംഗ്ലോ ഇന്ത്യൻ അങ്ങനെ ഒരു കഥ കൊണ്ടാണ് ആ ഒരു ബുള്ളറ്റ് പ്രൂഫ് ഉണ്ടാക്കി ഞാൻ അലീനയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ക്യാരക്ടറിന് കുറച്ച് ക്ഷീണം തട്ടിയെങ്കിലും അവൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയല്ലോ.
അത് തന്നെ ധാരാളം. അങ്ങനെ അലിയെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ താനിപ്പം ഇവിടെ കാണുന്ന ഈ കുടുംബം ഈ രൂപത്തിൽ അവശേഷിക്കത്തില്ലായിരുന്നു. തകർന്ന് തരിപ്പണമായിട്ട് പോയേനെ. 4 സൈഡും 4 പേരും പോയേനെ. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവർദ്ധൻ വീണ്ടും ചോദിച്ചു, അല്ല അപ്പം ബാലേട്ടന്റെ മകളല്ല അലീന? നിനക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? ആ, ഞാനും അലീനയും തമ്മില് എന്തൊക്കെയോ മോശമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു എന്നാണല്ലോ സകല എല്ലാവരുടെയും ധാരണ. ആ ധാരണയ്ക്ക് ഒരു മാറ്റം വന്നത് എന്തുകൊണ്ടാണ്? ഞാന് അലീനയുടെ അച്ഛനായതുകൊണ്ടും അവൾ എൻ്റെ മകളായതുകൊണ്ടും. ഞങ്ങൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി അടിച്ചു കയറ്റി എല്ലാവരുടെയും വായ്ക്കകത്ത് കൊടുത്തപ്പോഴത്തേക്കും ആ ഒരു തെറ്റിദ്ധാരണ മാറി കിട്ടിയില്ലേ? എല്ലാവർക്കും മതിയായില്ലേ? അവിടെ കൊണ്ട് ചോദ്യങ്ങൾ അവസാനിച്ചില്ലേ? അവൾ ഇവിടുന്ന് പോയാൽ വൈജ തിരിച്ചു വരുമെന്നും ഈ കുടുംബം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും അലീനയ്ക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ടാ അവള് പോകാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അവളെ തടയാനേ ഞാൻ ആര്? അങ്ങനെ തടഞ്ഞിട്ട് എന്ത് കിട്ടാന്? അപ്പോഴത്തേക്കും ഗോവർദ്ധൻ ചോദിച്ചു, അല്ല ഇവിടുന്ന് പോയാൽ അലീന പിന്നെ എങ്ങോട്ടേക്ക് പോകും? അതിനാണ് നമ്മള് നാളെ പോകുന്നത്. പറ്റിയൊരു സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിക്കണം അവളെ സേഫ് ആക്കാന്. ഇനിയിപ്പം നിന്റെ വഴിക്ക് പൊക്കോ എന്നും പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ ഉത്തരവാദിത്വം ഇല്ലാതെ. എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാകാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റണം. അലീന പോയി കഴിഞ്ഞാല് ബാലേട്ടന് വീണ്ടും ടെൻഷൻ ആവില്ലേ ബാലേട്ട? ബാലേട്ടൻ ഇവിടെയൊക്കെ നിൽക്കുവോ? ബാലേട്ടന്റെ മനസ്സിവിടെ നിൽക്കുവോ? എനിക്കറിയില്ല ഗോവർദ്ധന, അറിയില്ല ഗോവർദ്ധന എന്നും പറഞ്ഞ് ബാലൻ ഒരു നിപ്പ് നിൽക്കുന്നു. ആ ഒരു സീൻ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.